ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും അഥവാ പൂളയും മത്തിയുമാണ്. ഇപ്പോൾ മത്തിക്ക് വില കുറഞ്ഞ സമയമല്ലേ, അപ്പോൾ എല്ലാവരും ആ മത്തി വാങ്ങി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പ 1 കിലോ, മത്തി 1/2 കിലോ, വെളുത്തുള്ളി 10 അല്ലെങ്കിൽ 12 അല്ലി, കറിവേപ്പില 2 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. നമ്മളിതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുക്കറിലേക്ക് കപ്പ ഇട്ട് കപ്പേൻ്റെ മുകളിൽ വരെയുള്ള വെള്ളം ആക്കി വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ പാകത്തിനുള്ള ഉപ്പും അതിലിട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കുക. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് മീനിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി നല്ലോണം ഒന്ന് ചതയ്ക്കണം, അമ്മിയിലിട്ട് ചതയ്ക്കണം. ചതച്ചിട്ട് ഇതിലേക്ക് ഇടണം. നല്ലോണം ഒന്നും കൂടി ചതയ്ക്കണം, നല്ലോണം ചതച്ചതാവണേ. എന്നിട്ട് അതിലേക്ക് ഇടുക, ചട്ടിയിലേക്ക് ഇടുക. ഇതിൽ ഉള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ, ഉള്ളി ഇടുന്നില്ല, തക്കാളി ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല, പുളി ഒഴിക്കുന്നില്ല. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില അതോടുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളം, ഈ മത്തിയൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക, ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അതോടെ ഉപ്പിടുക. എന്നിട്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. ഇപ്പം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഈ മത്തിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. നല്ലോണം ഉടയ്ക്കണം, നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ പാകത്തിന് ഉപ്പൊക്കെ നോക്കണേ, നമ്മൾ പാകമാണോ എന്നൊക്കെ നോക്കിയിട്ട് നോക്കണം. അപ്പം നമ്മളെ മീനൊക്കെ ആയിട്ടുണ്ട്. കുക്കറിലിതാ ഒരു വിസിൽ, ഈ കപ്പയ്ക്ക് ഞങ്ങൾക്ക് അത്ര വേവുള്ളൂ, ഒരു വിസിൽ. നിങ്ങളുടെ കപ്പേൻ്റെ അനുസരിച്ചിട്ട് 1-2 വിസിൽ വേണമെങ്കിൽ ഇടാൻ നോക്കുക. എന്നിട്ട് അത് മെല്ലെ തുറന്ന് നോക്കുക. വിസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. കപ്പയ്ക്ക് നല്ലോണം വെന്തിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാലോ, കപ്പയ്ക്ക് നല്ലോണം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പയിൽ വെള്ളം ഊറ്റിക്കളയാണ്. ആ വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞു. അതാ ഈ കപ്പയിൽ ഇനി ആ കപ്പ എടുത്തിട്ട് നമ്മുടെ മത്തി വേവിച്ച് വെച്ചല്ലേ അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടിട്ട് ഒരു സ്മാഷറോ അല്ലെങ്കിൽ ഒരു കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ കപ്പ നല്ലോണം ഉടച്ച് കൊടുക്കുക. ഞാനിവിടെ സ്മാഷറാണ് എടുത്തത്. നല്ലോണം ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കപ്പയെല്ലാം നല്ലോണം ഉടയണം ഇതിൽ കിടന്നിട്ട്. എന്നിട്ട് ഇതൊന്ന് അതിനെ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക, നന്നാക്കി മിക്സ് ചെയ്യണം. ആ മത്തിയും കപ്പയും കറിവേപ്പിലയും എല്ലാം നല്ലോണം മിക്സായി ആക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. എനിക്കിത്
ശരിക്കും ആവാത്തത് കൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്തത്. നല്ലോണം മിക്സാക്കി ഇനിയിപ്പം വറവാണ് ഇടേണ്ടത്. അതിന് വറവിനുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തീ കത്തിച്ചു. അത് നല്ലോണം ഒന്ന് ചൂടാവണം. ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതൊഴിച്ചാൽ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാവണം. നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ കടുകിടുള്ളൂ. അതാ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി കടുകൊക്കെ അതിൽ കിടന്നിങ്ങനെ പൊട്ടണം. കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ എല്ലാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ആ കപ്പയുടെ മത്തിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മളെ കപ്പയും മത്തിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് സേവിങ് ഡിഷിലേക്ക് മാറ്റി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.